ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മസ്കറ്റിലെയും പരിസരങ്ങളിലെയും 7 ഇന്ത്യൻ സ്കൂളുകളിലേക്കായുള്ള രണ്ടാം ഘട്ട അപേക്ഷാ സമയം വ്യാഴാഴ്ച ആരംഭിക്കും. www.indianschoolsoman.com വെബ്സൈറ്റിൽ അപേക്ഷിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കും. അപേക്ഷിക്കുന്ന ഘട്ടത്തിൽ അതത് സ്കൂളുകളിലെ സീറ്റ് ലഭ്യതയും അറിയാം. ഒന്നാം ഘട്ടത്തിൽ നറുക്കെടുപ്പിലൂടെ അവസരം ലഭിച്ച വിദ്യാർത്ഥികളുടെ പ്രവേശന നടപടികൾ പുരോഗമിക്കുകയാണ്. അപേക്ഷിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രവേശനം ലഭിച്ചിരുന്നു. 6000-ൽ പരം സീറ്റുകളിലേക്കായി 3500-ൽ പരം അപേക്ഷകൾ മാത്രമാണ് ഇത്തവണ ലഭിച്ചതെന്നാണ് വിവരം. 7 ഇന്ത്യൻ സ്കൂളുകളിലായി ഇത്തവണ 6504 സീറ്റുകളാണുണ്ടായിരുന്നത്. KG ക്ലാസുകളിലാണ് കൂടുതൽ സീറ്റുകൾ. പുതിയ അപേക്ഷകരിൽ കൂടുതൽ ബാൽവത്തിക മുതൽ 2ാം തരം വരെയുള്ള ക്ലാസുകളിലേക്കാണ്. രണ്ടാം ഘട്ടത്തിലും ഇന്ത്യക്കാരല്ലാത്ത ഒമാൻ റെസിഡൻസി വിസയുള്ള പ്രവാസി വിദ്യാർത്ഥികൾക്കും ഇന്ത്യൻ സ്കൂളുകളിൽ അഡ്മിഷന് അപേക്ഷിക്കാം. അപേക്ഷിക്കുന്ന സ്കൂളുകളിൽ സീറ്റ് ഒഴിവുണ്ടെങ്കിൽ മാത്രമാകും പ്രവേശനം. അല്ലാത്തപക്ഷം സീറ്റ് ലഭ്യമായ മറ്റ് സ്കൂളുകളെ ആശ്രയിക്കാം. ഒമാനിൽ താമസ കെട്ടിടങ്ങളുടെ വാടക കുത്തനെ കുറഞ്ഞു. കഴിഞ്ഞ വർഷത്തിന്റെ 3ാം പാദത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റുകളുടെ വാടക നിരക്ക് 6.9% കുറഞ്ഞതായി ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. വില്ലകളുടെ വാടക നിരക്ക് 2.5% ഉയരുകയും ചെയ്തു. മസ്കറ്റ് ഗവർണറേറ്റിൽ ഉൾപ്പെടെ നിരവധി ഫ്ളാറ്റുകൾ ഒഴിഞ്ഞുകിടപ്പുണ്ട്. ചെലവ് കുറഞ്ഞ പകരം താമസ കേന്ദ്രങ്ങളാണ് പലരും ഇഷ്ടപ്പെടുന്നത്. നിലവിലെ വാടകക്കാർ പറയുന്ന മാനദണ്ഡങ്ങൾ സ്ഥിരീകരിക്കേണ്ട അവസ്ഥയിലാണ് കെട്ടിട ഉടമകൾ. കുട്ടികളുടെ സൗകര്യത്തിനായി സ്കൂളുകൾക്ക് അടുത്തുള്ള അപ്പാർട്ട്മെന്റുകളാണ് കുടുംബം താമസിക്കുന്ന പ്രവാസികൾ താൽപ്പര്യപ്പെടുന്നത്. യുവ ഒമാനി കുടുംബങ്ങൾ ദൂരം പ്രശ്നമാക്കുന്നില്ലെങ്കിലും അമരാത്ത്, ബോഷർ, ഗാല തുടങ്ങിയ പ്രദേശങ്ങളാണ് കൂടുതലായും തിരഞ്ഞെടുക്കുന്നത്. വാരാന്ത്യങ്ങളിൽ സ്വന്തം കുടുംബത്തിലേക്ക് എളുപ്പം പോകാനും സാധിക്കും. ഇവിടങ്ങളിൽ കുറഞ്ഞ നിരക്കിൽ താമസ സൗകര്യം ലഭ്യമാണ്. എന്നാൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇവിടെ താമസ കെട്ടിടങ്ങളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. മസ്കറ്റ് ഗവർണറേറ്റിലെ അമരാത്ത് വിലായത്തിൽ വികസന പ്രവർത്തനങ്ങൾക്കായി അൽജൂദ് റോഡ് ഭാഗികമായി അടച്ചു. അൽ യസാൻ റൗണ്ടബൌട്ട് മുതൽ ഒമാൻ ക്രിക്കറ്റ് അക്കാദമിയുടെ ഭാഗത്തേക്കുള്ള പാതയാണ് അടച്ചിരിക്കുന്നത്. ഈ മാസം 23 ഞായറാഴ്ച വൈകുന്നേരം വരെ റോഡ് അടഞ്ഞുകിടക്കും. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രാഫിക് വിഭാഗവുമായി സഹകരിച്ച് പ്രദേശത്ത് താൽക്കാലികമായി ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവഴി യാത്ര ചെയ്യുന്നവർ ഗതാഗത നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് നഗരസഭ അഭ്യർത്ഥിച്ചു. ദോഫർ ഗവർണറേറ്റിലെ സലാല വിലായത്തിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രവാസി അറസ്റ്റിലായി. ഏഷ്യൻ രാജ്യക്കാരനെയാണ് റോയൽ ഒമാൻ പോലീസ് പിടികൂടിയത്. സ്വന്തം രാജ്യക്കാരനെയായിരുന്നു പ്രതി കൊലപ്പെടുത്തിയത്. വ്യക്തിപരമായ തർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു എന്ന് റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ പറഞ്ഞു. അറസ്റ്റിലായ പ്രവാസിക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്നും അധികൃതർ വ്യക്തമാക്കി. കഴിഞ്ഞ ഫെബ്രുവരിയിൽ മാത്രം ഒമാനിൽ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടത് 31 ഒമാനി തൊഴിലാളികളെയെന്ന് ജനറൽ ഫെഡറേഷൻ ഓഫ് ഒമാൻ വർക്കേഴ്സിന്റെ റിപ്പോർട്ട്. അതേ മാസം തന്നെ 30 ഒമാനി തൊഴിലാളികളെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുന്നത് തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായും ഫെഡറേഷൻ അറിയിച്ചു. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധതയുടെ ഭാഗമായി ഫെബ്രുവരിയിൽ 52 നിയമസഹായങ്ങളും നൽകി. 2023 തൊഴിൽ പിരിച്ചുവിടലുകൾ സംബന്ധിച്ച് 51 സ്ഥാപനങ്ങളിൽ നിന്നും 52 പരാതികൾ ഫെഡറേഷന് ലഭിച്ചു. അന്യായമായ പിരിച്ചുവിടലുകളെക്കുറിച്ചായിരുന്നു ഈ പരാതികളിൽ ഏറെയും. എന്നാൽ വൈകിയ പേയ്മെന്റുകൾ, വേതനം നിർത്തലാക്കൽ, മോശം ജോലി സാഹചര്യങ്ങൾ, സുരക്ഷാ, തൊഴിൽ ആരോഗ്യ മാനദണ്ഡങ്ങൾ പാലിക്കാത്തത് എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾ പിരിച്ചുവിട്ടവരിൽ ഒമാനി ഇതര തൊഴിലാളികളും ഉൾപ്പെടുന്നു. ഒമാനിലുടനീളം തൊഴിലാളി യൂണിയനുകളുടെ വളർച്ച കൈവരിക്കുന്നതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. സ്വദേശികൾക്ക് ഈ വർഷം 45,000 തൊഴിലവസരങ്ങൾ നൽകാൻ ലക്ഷ്യമിടുന്നതായി ഒമാൻ തൊഴിൽ മന്ത്രി ഡോക്ടർ മഹദ് ബിൻ സൗദ് ബൗീൻ അറിയിച്ചു.
അതുപോലെ തന്നെ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കുള്ള ജോലി സംബന്ധമായ പരിശീലനത്തിനും വേതന സബ്സിഡിക്കും പിന്തുണ നൽകുന്നതിലാണ് മന്ത്രാലയം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. കഴിഞ്ഞ വർഷത്തെ നേട്ടങ്ങളും 2025 ലക്ഷ്യങ്ങളും മന്ത്രാലയം അവലോകനം ചെയ്തു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.